Hello guys, welcome to Strut and Time. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിലെ മോഡ്യൂൾ 3 കംപ്രഷൻ മെമ്പേഴ്സ് ആണ്. ഓക്കെ, കംപ്രഷൻ മെമ്പേഴ്സിലെ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബക്ലിംഗ് ക്ലാസ്, സ്ലെൻഡേഴ്സ് റേഷ്യോ, ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത് ആൻഡ് സ്ട്രെസ്, അനാലിസിസ് ആൻഡ് ഡിസൈൻ സ്റ്റെപ്സ്. ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്രഷൻ മെമ്പേഴ്സ്, എന്താണ് കംപ്രഷൻ മെമ്പേഴ്സ്? സ്ട്രട്സിനെയാണ് നമ്മൾ കംപ്രഷൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ജനറലി കംപ്രഷൻ ലോഡ്, കംപ്രസീവ് ലോഡ് ക്യാരി ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള മെമ്പേഴ്സ് ആണ് സ്ട്രട്സ്. അതിലും വേർട്ടിക്കൽ ആയിട്ടുള്ള സ്ട്രട്സിനെയാണ് നമ്മൾ കോളംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി ടൈപ്പ് സ്ട്രട്സ് ഉണ്ട്, പോസ്റ്റ്സ് ഉണ്ട്, കോളംസ് ഉണ്ട്, സ്റ്റാക്യോൺസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ടൈപ്പ് സ്ട്രട്സ് ഉണ്ട്. ഓൾവേസ് എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സെൻട്രിക് ലോഡ്സ് ആയിട്ടായിരിക്കും ഈ കംപ്രസീവ് ലോഡ്സ് കോളത്തിൽ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കംപ്രഷൻ മെമ്പേഴ്സിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ആക്സിയൽ കംപ്രഷൻ എന്ത് ഇൻഡ്യൂസ് ചെയ്യും? ലാറ്ററൽ ഡിഫ്ലക്ഷൻസ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ആക്സിയൽ കംപ്രഷൻ കൂടുന്തോറും ലാറ്ററൽ ഡിഫ്ലക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. എന്താ ലാറ്ററൽ ഡിഫ്ലക്ഷൻ? നമ്മൾ എക്സ് ആക്സിസ്, ഈ വൈ ആക്സിസിലാണ് കോളത്തിന്റെ ആക്സിസ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സിന് അബൌട്ട് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ നമുക്കറിയാം, ബക്ലിംഗ്. അതാണ് ലാറ്ററൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ബീം ആണെങ്കിൽ വെർട്ടിക്കലി ഡിഫ്ലക്ട് ചെയ്യും അല്ലേ? അപ്പം കോളം ആണെന്നുണ്ടെങ്കിൽ എബൌട്ട് ദി എക്സ് ആക്സിസ് ലാറ്ററലി ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ കംപ്രഷൻ കൂടുന്തോറും ലാറ്ററൽ ഡിഫ്ലക്ഷനും കൂടും, അതിനുള്ള ടെൻഡൻസി കൂടും. അതും ലോങ് കോളംസ് വരുമ്പോഴായിരിക്കും കൂടുതലും ലാറ്ററൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ലാറ്ററൽ ഡിഫ്ലക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബക്ലിംഗ് എന്ന് പറയുന്നത്. It is a stage of instability at a load much below crushing strength. ക്രഷ് ആകുന്നതിന് മുന്നേ തന്നെ ഒരു കംപ്രഷൻ മെമ്പർ ബക്കിൾ ചെയ്യാൻ ടെൻഡൻസി കാണിക്കും. ഓക്കെ, രണ്ട് രീതിയിലുള്ള ഫെയിലിയേഴ്സ് ആണ് ഒരു കംപ്രഷൻ മെമ്പർ ഉണ്ടാകുന്നത്. ഒന്ന് ക്രഷിങ്ങും, മറ്റൊന്ന് ബക്ലിങ്ങും. ബക്ലിംഗ് ആയിരിക്കും ആദ്യം സംഭവിക്കുന്ന ഒരു ഫെയിലിയർ. അതും കഴിഞ്ഞിട്ടായിരിക്കും ക്രഷിങ്. ബക്ലിംഗ് കംപ്ലീറ്റ്ലി ബക്കിൾഡ് ആയി പോയില്ല എന്നുണ്ടെങ്കിൽ ക്രഷിങ്ങിനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, സ്പെഷ്യലി നമുക്ക് ഷോർട്ട് കോളംസും ലോങ് കോളംസും ഉണ്ട് ഇതിന്റെ ലെങ്ത് വൈസ് നോക്കുമ്പോൾ. അപ്പോൾ ഈ ഷോർട്ട് കോളംസ് ആണെങ്കിൽ കൂടുതലും ക്രഷ്ഡ് ആയിട്ട് പോകാനായിരിക്കും ടെൻഡൻസി, ബക്ലിംഗ് ചാൻസ് കുറവായിരിക്കും. എന്നാൽ ലോങ് ആകും തോറും, കോളം ലോങ് ആകും തോറും അതിന്റെ ബക്ലിംഗ് ടെൻഡൻസിയാണ് കൂടുതൽ. ദാറ്റ് മീൻസ് ബക്ലിംഗ് സ്ട്രെങ്ത് കുറവും ക്രഷിംഗ് സ്ട്രെങ്ത് കൂടുതലുമായിരിക്കും. എപ്പോഴും ബക്ലിംഗ് എന്ന് പറയുന്നത്, ബക്ലിംഗ് സ്ട്രെങ്ത് ഓർ ബക്ലിംഗ് ലോഡ് എന്ന് പറയുന്നത് ക്രഷിംഗ് സ്ട്രെങ്തിന് വളരെ ബിലോ ആയിരിക്കും, വളരെ ചെറുതായിരിക്കും. അതങ്ങനെ പാടുള്ളൂ. ഓക്കെ, ഇനി ഇറ്റ് റെഡ്യൂസസ് ദ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് കോളം. ഓബ്വിയസ്ലി ബക്ലിംഗ് ഉണ്ടാകുക അല്ലെങ്കിൽ ലോ ബക്ലിംഗ് സ്ട്രെങ്ത് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ക്യാരിയുള്ള കപ്പാസിറ്റി കുറയല്ലേ. അതായത് ലോഡ് വരുന്നതനുസരിച്ച് ബക്കിൾ ചെയ്യാൻ ടെൻഡൻസി കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഫെയിൽ ചെയ്യും. സോ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് കോളം ഫെയിൽസ് ആസ് ബക്ലിംഗ് ഇൻക്രീസസ്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി എൻ കണ്ടീഷൻസ് ആൻഡ് സ്ലെൻഡർനെസ് റേഷ്യോ. അതായത് എൻ കണ്ടീഷൻസ് എന്താണോ അതിന് നിങ്ങൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഓയിലേഴ്സ് കോളം തിയറി. അതിൽ ബക്ലിംഗ്, ഓരോ എൻ കണ്ടീഷനും എങ്ങനെയാണ് ബക്ലിംഗ് ഉണ്ടാകുന്നത്, സ്ലെൻഡർനെസ് റേഷ്യോ എങ്ങനെ പോയി എന്നൊക്കെ. ഒരു രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആയിട്ട് വരുന്ന ഒരു കോളത്തിന് എങ്ങനെയാണ് അതിന്റെ സ്ലെൻഡർനെസ് റേഷ്യോ വരുന്നത്? LE/K. അനദർ ലെങ്ത്, ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്ത് തന്നെയായിരിക്കും. എന്നാൽ ഒരു എൻഡ് ഫ്രീയും ഒരു എൻഡ് ഫിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു കോളം ആണെന്നുണ്ടെങ്കിൽ ട്വൈസ് ദി ആക്ച്വൽ ലെങ്ത് ആയിരിക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ടത് ബക്ലിംഗ് വരുമ്പോഴത്തേക്ക്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ ആ ഒരു പോർഷനാണ് നമുക്കിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇതിന്റെ ബേസിക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമുക്ക് ഇതിന്റെ കൂടെ ബക്ലിംഗ് ക്ലാസസ് നോക്കാം. ഞാനിപ്പോ ഈ ബക്ലിംഗ് സംഭവിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പം ഓരോ ക്രോസ് സെക്ഷനും അതിന്റെ ഇംപെർഫെക്ഷൻസും ഒക്കെ ബേസ് ചെയ്ത് അതിനകത്ത് ആക്സിഡന്റൽ ആയിട്ടുള്ള എക്സെൻട്രിസിറ്റീസ് ഉണ്ടാകും, ഈ ക്രോസ് സെക്ഷന്റെ ഇംപെർഫെക്ഷൻസ്. അപ്പം ഈ ഓരോ ക്രോസ് സെക്ഷന് അനുസരിച്ച് അതിന്റെ ഇംപെർഫെക്ഷൻസ് കൺസിഡർ ചെയ്ത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റീൽ സെക്ഷൻസിനെ, നമുക്കറിയാം ഐ സെക്ഷൻ ഉണ്ട്, ചാനലുണ്ട്, ആംഗിൾ ഉണ്ട്, പിന്നെ ബിൽഡപ്പ് സെക്ഷൻസ് ഉണ്ട്. ഇതിനെയൊക്കെ നമ്മൾ 4 ബക്ലിംഗ് ക്ലാസ്സിലായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ബക്ലിംഗ് ക്ലാസ്സസ് 4 A, B, C, and D ആണ്. IS 800 2007 ടേബിൾ 10 റെഫർ ചെയ്താൽ നിങ്ങൾക്ക്
ബക്ലിംഗ് ക്ലാസ്സസ് മനസ്സിലാകും. അതിൽ ഓരോ ക്ലാസ്സിലും എന്തൊക്കെ സെക്ഷൻസ് ഉണ്ട്, ആ സെക്ഷൻസിലും നമുക്ക് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള റേഞ്ച് പറയും. ഇപ്പോൾ ഐ സെക്ഷനിൽ ഒരു പർട്ടിക്കുലർ റേഷ്യോ റേഞ്ചിൽ ഇന്ന ക്ലാസ്സസ് ആയിരിക്കും പോസിബിൾ ആയിട്ട് വരാവുന്നത്. അപ്പോൾ സോ ഇന്റേണലായിട്ട് കുറച്ച് സ്പെസിഫിക് ആയിട്ട് ക്ലാസ്സസ് വരുന്നുണ്ട്. ഐയിൽ തന്നെ പല ക്ലാസ്സസ് വരാം, ബിൽറ്റപ്പിൽ തന്നെ പല ക്ലാസ്സസ് വരാം. ഓക്കെ, സോ ഈ ടേബിൾ 10 ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ബക്ലിംഗ് ക്ലാസ്സസ് എന്നുള്ളത്. എന്നാൽ ആംഗിൾ സെക്ഷൻ, ചാനൽ സെക്ഷൻ എല്ലാം ബക്ലിംഗ് ക്ലാസ് സി ആണ്. സോ ഇതാണ് ടേബിൾ 10ൽ പറയുന്നത്. ഇനി ഇതേപോലെയുള്ളൊരു ടേം ആണ് നമ്മൾ കംപ്രഷൻ മെമ്പേഴ്സിൽ വരുന്ന എന്താണ്, സ്ലെൻഡർനെസ് റേഷ്യോ അല്ലേ. ഇഫക്റ്റീവ് ലെങ്തും റേഡിയസ് ഓഫ് വയറേഷൻ കെ ആറും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്, സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ LE/R റേഷ്യോ ഞാൻ പറഞ്ഞു എൻ കണ്ടീഷൻസ് മാറുന്നത്. ഇവിടെ എൻ കണ്ടീഷൻസിനെ കുറെ കൂടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ റീസ്ട്രെയിൻസ് എന്ന് പറയും. ഫ്രീ ആയിട്ടുള്ള എൻഡിനെ ഫ്രീ എന്നും ഹിഞ്ചോ ഫിക്സ്ഡോ ആയിട്ടുള്ള എൻസ് വരുമ്പോൾ റീസ്ട്രെയിൻഡ് എൻസ് എന്നും പറയും. ഓക്കെ, അപ്പം നിങ്ങൾ ടേബിൾ 11 തൊട്ടടുത്ത ടേബിൾ IS 800 തൊട്ടടുത്ത ടേബിൾ 11 റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഓരോ സ്ലെൻഡർനെസ് റേഷ്യോ വാല്യൂസ് കിട്ടും. ഇതിനകത്ത് ഈ LE എന്ന് പറയുന്നത് സം ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ആക്ച്വൽ ലെങ്ത് L ആണല്ലോ. അങ്ങനല്ലേ നമ്മൾ ഓയിലേഴ്സ് തിയറിയിൽ പഠിച്ചത് അല്ലേ. അപ്പം അവിടെ ഓരോ വാല്യൂ ഓഫ് L, ഓരോ എൻ കണ്ടീഷൻസ് മാറുന്ന അനുസരിച്ച് ഈ ആക്ച്വൽ ലെങ്തിന്റെ എത്രയോ % ആയിട്ട് കൂടുകയോ കുറയോ ഒക്കെ ചെയ്യും. ഇപ്പം 2L വരാം, L/√2 വരും, L/2 വരും, അങ്ങനെ പല വാല്യൂസ് വരും. സോ ഈ കോയിഫിഷ്യന്റ് എന്താണ്, K എന്ന് പറയുന്ന കോയിഫിഷ്യന്റ് എന്താണ് എന്ന് കണ്ടുപിടിക്കുന്ന ടേബിളാണ് ടേബിൾ 11 ഉള്ളത്. അവിടെ ഈ റീസ്ട്രെയിൻസും ഫ്രീ എൻഡും കാര്യങ്ങളും ഓരോ എൻ കണ്ടീഷൻസും മൊത്തം പറയുന്നുണ്ട്. ഈ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, റീസ്ട്രെയിൻ നമുക്ക് ഒന്ന് ട്രാൻസ്ലേഷനും പറയുന്നു, റൊട്ടേഷനും പറയുന്നുണ്ട്. ആലോചിക്കുക, ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മൂവ്മെന്റും, റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ മൊമെന്റ് കാരണം ഇൻഡ്യൂസ്ഡ് ആകുന്ന മൂവ്മെന്റുമാണ്, റൊട്ടേഷനുമാണ്. സോ ആ കോമ്പിനേഷൻ വെച്ച് നിങ്ങൾ എന്ത് ടൈപ്പ് എൻഡ് ആണ് എന്ന് മനസ്സിലാക്കണം. അപ്പം ട്രാൻസ്ലേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പം ഫിക്സ്ഡ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ 3 രീതിയിൽ റെസ്ട്രിക്ഷൻ വരാം. 2 ട്രാൻസ്ലേഷനും, അതായത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റെസ്ട്രിക്റ്റഡ് ആണ്, റൊട്ടേഷനും റെസ്ട്രിക്റ്റഡ് ആണ്. അങ്ങനെ 2 എൻഡിനും ഉണ്ട്. ഓക്കെ, സോ അതാണ് ആ ഒരു ടേബിളിൽ പറയുന്ന ആ ബോത്ത് എൻഡ്സിനും ഉള്ള കണ്ടീഷൻസ് നമ്മൾ ഓരോന്നും നോക്കി. ഇപ്പോൾ ഒരു എൻഡ് ഹിഞ്ച്ഡ് ആണ്, ഒരു എൻഡ് ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് എൻഡിൽ ബോത്ത് ആർ റെസ്ട്രിക്റ്റഡ്. എന്നാൽ ഹിഞ്ച് വരുമ്പോഴത്തേക്കും മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് അല്ല, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ റെസ്ട്രിക്റ്റഡ് ആണ്. സോ റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ഫ്രീ ആയിട്ട് കിടക്കും, ട്രാൻസ്ലേഷൻ വരുന്നത് റെസ്ട്രിക്റ്റഡ് ആയിട്ട് കിടക്കും. ഓക്കെ, സോ ഇങ്ങനെ കോമ്പിനേഷൻസ് നോക്കിയെടുക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആലോചിച്ച് കറക്റ്റായിട്ട് നോക്കിയെടുക്കാൻ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ആസച്ച് പറയും എന്താണ് എന്നുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ KL/R പറയുന്നത്, അതിനകത്ത് K വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ടേബിൾ 11 നിന്ന് കിട്ടും, ഓരോ ബൗണ്ടറി കണ്ടീഷൻസിനനുസരിച്ച്. ഇനി കംപ്രഷൻ മെമ്പേഴ്സ് വരുമ്പോഴത്തേക്കും വേറെ കുറച്ച് വാല്യൂസും കൂടെ ഉണ്ട്. നമ്മൾ ബോൾട്ടഡ് ഓർ വെൽഡഡ് ട്രസ് ആൻഡ് ബ്രേസ്ഡ് ഫ്രെയിം ഒക്കെ വരുമ്പം 0.7 to 1 L വരെ നമുക്ക് വാല്യൂസ് ചൂസ് ചെയ്യാം. ഇതേപോലെ ഈ പറയുന്ന എൻ കണ്ടീഷൻസ് ഒന്നും അല്ല തരുന്നത്, ഒരു ബോൾട്ടഡ് ഓർ വെൽഡഡ് ട്രസ് ആണ് പറയുന്നത്, കംപ്രഷൻ മെമ്പർ ആണ് അല്ലെങ്കിൽ ബ്രേസ്ഡ് ഫ്രെയിം ആണ് എന്ന് മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 0.7 തൊട്ട് 1 ടൈം ആക്ച്വൽ ലെങ്ത്, ഈ റേഞ്ചിനിടയ്ക്ക് ഒരു വാല്യൂ ചൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഫോർ ദോസ് വിത്ത് ബക്ലിംഗ് ഇൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ട്രസ്, ട്രസ്സിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ബക്കിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് L ആയിട്ട് തന്നെ എടുക്കാം, Kക്ക് 1 കൊടുക്കാം. പിന്നെ ഫ്രെയിംസിന് K annex Dന് അനുസരിച്ചാണ് നമ്മൾ വാല്യൂ എടുക്കുന്നത്. അതുപോലെ തന്നെ annex D2ലും D3ലും സ്റ്റെപ്ഡ് കോളത്തിനും വേണ്ടിയുള്ളതും തന്നിട്ടുണ്ട്. നമ്മൾ അതൊന്നും അധികം യൂസ് ചെയ്യാറില്ല. കൂടുതലും നമ്മൾ ജനറലി ടേബിൾ 11ഉം ഈ പറഞ്ഞ ഈ 0.7 to 1 L ആ റേഞ്ചിലുള്ള വാല്യൂസുമാണ് നമ്മൾ എടുക്കുന്നത്. സോ അതൊരു കൺഫ്യൂഷൻ വേണ്ട. ഇഫക്റ്റീവ് ലെങ്ത് ഇത്രയാണ്. ഇനി നമുക്ക് വേണ്ടുന്നത്
റേഡിയസ് ഓഫ് ഗൈറേഷൻ. കെ എല്ലിന്റെ കാര്യമാണ് തൊട്ട് മുന്നേ പറഞ്ഞത്. അപ്പൊ താഴെയുള്ള ആറിന്റെ കാര്യം പറയണ്ടേ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേമാണ്. പൊതുവെ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ് ഈ ആർ, റേഡിയസ് ഓഫ് ഗൈറേഷൻ. നമ്മൾ സ്റ്റീൽ ടേബിൾ നോക്കിയാൽ ഏതൊരു സെക്ഷൻ, ഐ ആയാലും ആംഗിൾ ആയാലും ചാനൽ ആയാലും ഏത് സെക്ഷനായാലും ആർ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാവും അതിന്റെ ഡീറ്റെയിൽ. അവിടെ തന്നെ 4 റേഡിയസസ് നിങ്ങൾക്ക് കാണാം. റേഡിയസ് ഓഫ് ഗൈറേഷൻ ആർ എക്സ് എക്സ്, ആർ വൈ വൈ, ആർ യു യു, ആർ ബി ബി. നമുക്കിതിനകത്ത് എക്സ് ആൻഡ് വൈക്ക് അബൌട്ടായിട്ട് മാത്രം മതി. ഓക്കെ, ആർ എക്സും ആർ വൈക്കും അബൌട്ടായിട്ടുള്ള റേഡിയസ് ഓഫ് എക്സിനും വൈക്കും അബൌട്ടായിട്ടുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻസ് മതി. ഓക്കെ, എപ്പോഴും ഒരു കംപ്രഷൻ മെമ്പറിന്റെ ഡിസൈനിനെ ഗവേൺ ചെയ്യുന്നത് ഏത് ആക്സിസിന് അബൌട്ടായിട്ടാണ് ബക്കിൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ആക്സസ് ആണ് ഈ ഡിസൈനിനെ ഗവേൺ ചെയ്യുന്നത്. ദറ്റ് മീൻസ് ബക്ലിംഗ് ഒക്കർ ചെയ്യുന്ന ആക്സസ് ആയിരിക്കും മിനിമം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉള്ള ആക്സസ്. ഓക്കെ, ഐ മിനിമം ആയിട്ട് നിൽക്കുന്ന ആക്സസിന് അബൌട്ടായിട്ടായിരിക്കും ബക്ലിംഗ് നടക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ ഉള്ള ആക്സസ് ആണ് നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോയിൽ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം എന്താ? ആറിന്റെ ഇക്വേഷൻ എന്താ? റേഡിയസ് ഓഫ് ഗൈറേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് ഐ ബൈ എ ആണ്. അപ്പൊ ആർ മിനിമം ആകണം എന്ന് പറയുമ്പോൾ ഐ മിനിമം ആയാലേ പറ്റുള്ളൂ. എ ഒരു സെക്ഷന് കോൺസ്റ്റന്റ് ആണ്. സോ ആർ മിനിമം ആകണം എന്നുണ്ടെങ്കിൽ ഐ മിനിമം ആകണം. അപ്പോൾ ഒരു ഐ സെക്ഷനും ഒരു ആംഗിൾ സെക്ഷനും എടുത്തിട്ട് അതിന്റെ മിനിമം ആർ എങ്ങനെ എടുക്കാം? ഐ മിനിമം വരുന്ന ഡയറക്ഷനിലുള്ളത് ആർ മിനിമം. ഒരു ബിൽറ്റപ്പ് സെക്ഷൻ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീൽ ടേബിളിൽ തന്നെ ഡയറക്റ്റ് ആർ എക്സ് എക്സിലും ആർ വൈ വൈയിലും മിനിമം ഏതാണോ വാല്യൂ അത് ചൂസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം സെന്റിമീറ്റേഴ്സിലാണ്, നമ്മളെല്ലാം മീറ്റർ എം എമ്മിലോട്ട് ആക്കിയിട്ട് വേണം ചെയ്യാൻ. സോ ആർ മിനിമം ആയിട്ടാണ് നമ്മളെല്ലാം ചൂസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ വിച്ച് ഗവേൺസ് ദ ഡിസൈൻ. മിനിമം എടുക്കാനുള്ള കാരണമാണ് പറഞ്ഞത്. എപ്പോഴും ഏത് ആക്സസ് ഏറ്റവും മിനിമം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉള്ള ആക്സസിന് അബൌട്ടായിട്ടായിരിക്കും കോളം ബക്കിൾ ചെയ്യുന്നത്. ഈ ബക്കിൾ ചെയ്യുന്ന ആക്സസ് ആണ് ഡിസൈൻ ഗവേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ആക്സസിന് അബൌട്ടായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. സോ ദാറ്റ് ബക്ലിംഗ് ഈസ് റെസ്ട്രിക്റ്റഡ്. ഓക്കെ, സോ അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിസൈൻ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് എ കോളം നമ്മൾ ക്ലോസ് 7.1.2 IS 800/2007 പേജ് 34 ഇക്വേഷൻ പറയുന്നുണ്ട്. അവിടെ കംപ്രഷൻ മെമ്പേഴ്സിനുള്ള ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാണ്. PD is equal to AE into FCD, where AE എന്ന് പറഞ്ഞാൽ effective sectional area as per clause 7.3.2. ഇനി FCD എന്ന് പറഞ്ഞാൽ ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് ആണ്. ഈ FCD നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഇക്വേഷൻസ് തൊട്ടടുത്ത ക്ലോസിൽ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ബക്ലിംഗ് ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സെക്ഷൻ ഏതാണോ ആ സെക്ഷന് കറസ്പോണ്ടിങ് ബക്ലിംഗ് ക്ലാസ് കണ്ടുപിടിച്ച് ടേബിൾസ് ഉണ്ട്. ടേബിൾ 9 തന്നെ ഒരു 4 പാർട്ടുണ്ട്. ഓരോ ടേബിൾ ബക്ലിംഗ് ക്ലാസ് എന് ഒരു ടേബിൾ 9 ഉണ്ട്, ബിക്ക് ഒരു ടേബിൾ 9 ഉണ്ട്, സിക്ക് ഉണ്ട്, ഡിക്ക് ഉണ്ട്. ഇതിനകത്ത് ബക്ലിംഗ് ക്ലാസ് നമ്മുടെ സെക്ഷൻ്റെ ഏതാണോ അതിന് കറസ്പോണ്ടിങ് ടേബിൾ 9 ചൂസ് ചെയ്ത് അവിടെ നിൽക്കാം. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് ഇനി ഇക്വേഷൻ ടേംസിലാണെന്നുണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ക്ലോസ് 7.1.2.1 FCD is equal to Fy by gamma m0 by 5 plus 5 square minus lambda square whole raised to 0.5 less than or equal to Fy by gamma m0 ആയിരിക്കും. Where if phi is equal to 0.5, 1 plus alpha into lambda minus 0.2 plus lambda square, where lambda is equal to square root of Fy by FCC. ഇതിനകത്ത് Fy അറിയാം, FCC എന്താ? is equal to നമ്മുടെ ഓയിലേഴ്സ് ബക്ലിംഗ് സ്ട്രെസ് ആണ്, പൈ സ്ക്വയർ E by KL by R whole square. ഓക്കെ, അവിടെ ലോഡ് ആയിരുന്നു പൈ സ്ക്വയർ ഇ എ ബൈ കെ എൽ ബൈ ആർ സ്ക്വയർ. ഇവിടെ FCC നമുക്ക് സ്ട്രെസ് ആയതുകൊണ്ട് ഏരിയ വേണ്ട, പൈ സ്ക്വയർ ഇ ബൈ കെ എൽ ബൈ ആർ ഹോൾ സ്ക്വയർ. കൂടെയുള്ളൊരു ആൽഫ ഉണ്ടല്ലോ, ആൽഫ എന്താ? ഇംപെർഫെക്ഷൻ ഫാക്ടർ. ടേബിൾ 7 തന്നിട്ടുണ്ട് ഇംപെർഫെക്ഷൻ ഫാക്ടർ ഓരോ ബക്ലിംഗ് ക്ലാസ്സുകളും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ FCD ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും കാൽക്കുലേഷൻസ് ഉണ്ട്.
ഓക്കെ, ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ വെച്ച് ചെയ്യാം. FCD യൂസിങ് ടേബിൾസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ബക്ലിംഗ് ക്ലാസ് ഫ്രം ടേബിൾ 10. ഇതേ ഓർഡറിൽ പോയാൽ മതി. ടേബിൾസിന്റെ ഓർഡർ ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇറ്റ് ഇസ് ഈസി. ആദ്യം ടേബിൾ 10ൽ നിന്ന് നമ്മൾ ബക്ലിംഗ് ക്ലാസ് ചൂസ് ചെയ്യാം, വിച്ച് ഇസ് ഇൻ പേജ് 44. ഇനി ടേബിൾ 11, തൊട്ടടുത്ത പേജിൽ ടേബിൾ 11ൽ നിന്നും സ്ലെൻഡർനെസ് റേഷ്യോന്റെ K കണ്ടുപിടിക്കുക. ഇനി ഇത് രണ്ടും ആയാൽ നമുക്ക് ടേബിൾ 9ലുള്ള വേണ്ട രണ്ട് ഫാക്ടർ ഈ പറയുന്ന KL/Rഉം ബക്ലിംഗ് ഗ്ലാസും പിന്നെ നമ്മുടെ FY ആണ് വേണ്ടത്. ആദ്യം ടേബിൾ 9ൽ നമ്മുടെ ബക്ലിംഗ് ഗ്ലാസ് A ആണോ B ആണോ C ആണോ D ആണോ അതിനനുസരിച്ച് ടേബിൾ 9 ചൂസ് ചെയ്ത് വെച്ചിട്ട് ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും അവിടെ FY ഉണ്ട്. FY ആ ടേം കറസ്പോണ്ടിങ് 250 ആണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ 250ന്റെ കോളം ചൂസ് ചെയ്യുക. ഏറ്റവും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ KL/R വാല്യൂ ഉണ്ട്. ഇപ്പം നമുക്കൊരു 53 പോയിന്റ് സംതിങ് ആണെന്നുണ്ടെങ്കിൽ 53 ആണ് വാല്യൂ എന്നുണ്ടെങ്കിൽ 50ക്കും 60ക്കും ഇടയിലുള്ളതാണ് 53. സോ നമ്മൾ അവിടെ ഇന്റർപോളേറ്റ് ചെയ്ത് FY250 കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കണം. ആൻഡ് ദാറ്റ് വാല്യൂ ഇസ് FCD. ഓക്കെ, സോ നമ്മുടെ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് സ്ലെൻഡർനെസ് റേഷ്യോനെയും yield സ്ട്രെസ് ഓഫ് സ്റ്റീലിനെയും കൺസിഡർ ചെയ്തിരിക്കും. ഇതാണ് FCD കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്, അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്യാം, ആസ് പെർ യുവർ വിഷ്. ഇനി നമുക്ക് അനാലിസിസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് കണ്ടുപിടിക്കാനാണ്? നമ്മുടെ സെക്ഷന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സ്ട്രെങ്ത് എന്താണ്? നമ്മുടെ ഇക്വേഷൻ PD is equal to A into FCD. അപ്പോൾ FCD എന്താ? നമ്മൾ ഈ പറഞ്ഞ പോലെ ടേബിൾ വെച്ച് കണ്ടുപിടിക്കാം. അപ്പം അനാലിസിസ് പ്രൊസീജിയർ എന്താണ്? വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഗിവൺ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും, ലെങ്തും ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽസും എല്ലാം തന്നിട്ടുണ്ടാവും. അത് വെച്ച് ആദ്യം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇഫ് ബിൽറ്റപ്പ് സെക്ഷൻ ആണ്, സ്റ്റാൻഡേർഡ് IO CO ചാനലോ ആംഗിൾ സെക്ഷനോ ആണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ ടേബിളിൽ തന്നെ I തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെ ചൂസ് ചെയ്യാം. പക്ഷേ ഒരു ബിൽറ്റപ്പ് സെക്ഷൻ I വിത്ത് പ്ലേറ്റ്സ് അല്ലെങ്കിൽ ചാനൽ ബാക്ക് ടു ബാക്ക് എന്നൊക്കെ പറയുന്ന ബിൽറ്റപ്പ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? അതിന് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡ് കണ്ടുപിടിച്ചേ പറ്റും. അങ്ങനെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ച് നമ്മൾ ആ കറസ്പോണ്ടിങ് മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് വേണ്ടിയുള്ള മിനിമം R കണ്ടുപിടിക്കണം. എന്നിട്ട് ബക്ലിംഗ് ഗ്ലാസ് ചൂസ് ചെയ്യുക ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യയൊക്കെ വെച്ചിട്ട്. ഓക്കെ, ബിൽറ്റപ്പ് സെക്ഷന് വേണ്ടി നമുക്ക് ടേബിൾ 10ൽ ബക്ലിംഗ് ഗ്ലാസ് സെക്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ റേഞ്ച് ഒക്കെ കണ്ടുപിടിക്കണം. ഒരു HF/B പിന്നെ TFന്റെ റേഞ്ച്, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, അതിൻ്റെ റേഞ്ച് ഉണ്ട്. നിങ്ങൾ ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാവും. അത് ചെക്ക് ചെയ്ത് ബക്ലിംഗ് ക്ലാസ് ചൂസ് ചെയ്യാം. ഓക്കെ, അതിലും ആക്സസ് ചിലപ്പം ഒരു സെക്ഷന് തന്നെ രണ്ട് ബക്ലിംഗ് ക്ലാസ്, ചിലപ്പം സിയും ബിയും വരാം, അല്ലെങ്കിൽ എയും ബിയും വന്നെന്നിരിക്കാം. അപ്പം A ആണോ B ആണോ എന്ന് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? ചിലപ്പോൾ A എന്ന് പറയുന്നത് XXന് അബൌട്ടായിട്ടും B എന്ന് പറയുന്നത് YYന് അബൌട്ടായിട്ടുമാണ്. അപ്പം നമ്മൾ അറിയേണ്ടത് ഏതാണ്? ബക്ലിംഗ് നടക്കുന്നത് Xന് അബൌട്ടായിട്ടാണോ Yന് അബൌട്ടായിട്ടാണോ? അതാണ് നമ്മൾ ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം, R മിനിമം കണ്ടുപിടിക്കണം എന്ന് പറയുന്നത്. മിനിമം R വരുന്ന ആക്സസ് ഏതാണോ ആ ആക്സസിന് അബൌട്ടായിട്ടുള്ള ബക്ലിംഗ് ക്ലാസ് വേണം ചൂസ് ചെയ്യാൻ. ഇപ്പം നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എക്സും കണ്ടുപിടിക്കണം, എബൌട്ട് വൈയും കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിൽ ഏതാണോ മിനിമം നോക്കുക. ഇപ്പം എക്സിന് അബൌട്ടായിട്ട് മിനിമം ആണെന്ന് വെച്ചു, അതിന് കറസ്പോണ്ടിങ് R മിനിമം വേണമല്ലോ KL/Rന്. അപ്പോൾ അവിടുത്തെ R മിനിമം RXX ഈക്വൽ ടു IXX ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ അവിടെ അത്രയായി. ഇനി X ആണ് അപ്പം ബക്ലിംഗ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ബക്ലിംഗ് സംഭവിക്കുന്ന ആക്സസ് X ആണ്. സോ നമ്മുടെ ബക്ലിംഗ് ക്ലാസ്സും ഈ പർട്ടിക്കുലർ ആക്സസിലുള്ള ക്ലാസ് വേണം ചൂസ് ചെയ്യാൻ. ക്ലിയർ? ഇനി ബിൽറ്റപ്പ് സെക്ഷന് വേണ്ടിയുള്ള ഈ വാല്യൂസ് എല്ലാം ആയപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടേബിൾ ലെവലിൽ നിന്നും KL കണ്ടുപിടിക്കാം. അപ്പം K നമ്മുടെ എക്സ്റ്റേണൽ കണ്ടീഷൻ, നമ്മുടെ N കണ്ടീഷൻസ് ഒക്കെ വെച്ച് KL കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ KL/R എന്ത് കിട്ടും? സ്ലെൻഡർനെസ് റേഷ്യോ ആയി. KL/R FYയും വെച്ച് നമുക്ക് FCD ഫ്രം ടേബിൾ 9 ചൂസ് ചെയ്യാം ഫോർ കറസ്പോണ്ടിങ് ബക്ലിംഗ് ക്ലാസ്. FCD ഉണ്ടെങ്കിൽ എന്തായി?
ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു പി ഡി ഈക്വൽ ടു എ ഇൻറ്റു എഫ് സി ഡി. ഇത്രയേ ഉള്ളൂ അനാലിസിസ് പ്രൊസീജിയർ. ഓക്കെ, സിമ്പിളാണ്. ഇനി ഡിസൈൻ പ്രൊസീജിയർ അപ്പോൾ എന്തായിരിക്കും? ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ മെമ്പർ ചെയ്ത അതേ കോൺസെപ്റ്റ് തന്നെയാണ്. മിനിമം ഏരിയ റിക്വയർഡ് കണ്ടുപിടിച്ച് അതിൽ ഗ്രേറ്റർ വാല്യൂ ഉള്ളൊരു സെക്ഷനെ എടുത്ത് വെച്ച് ചെയ്യുക. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമുക്ക് സെക്ഷൻ ടു ബി യൂസ്ഡ് അവർ പറയും. ചിലപ്പോൾ ഐ സെക്ഷൻ വേണോ, അതോ ചാനൽ ബാക്ക് ടു ബാക്ക് ആണോ എന്നൊക്കെ അവർ പറയും. ഇനി ലോഡ് എത്ര ക്യാരി ചെയ്യണമെന്ന് പറയും. ലെങ്ത് ഓഫ് ദ സ്ട്രട്ട് പറയും. അപ്പോൾ ഇത്രയും ഗിവൺ ആയിട്ട് തരുമ്പോഴത്തേക്കും നമുക്ക് ഏരിയ റിക്വയർഡ് ആണ് വേണ്ടത്. നമ്മുടെ ഡിസൈൻ പ്രൊസീജിയർ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്ര ലോഡ് ക്യാരി ചെയ്യാൻ എത്ര ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വേണ്ടി വരും മിനിമം. അതിൽ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഏരിയ ഉള്ള ഒരു സെക്ഷൻ ചൂസ് ചെയ്യും. അതാണ് ബേസിക് ഡിസൈൻ കംപ്രഷൻ മെമ്പറിൽ. ഓക്കെ, അപ്പം ഇതിനകത്ത് ലോഡ് പി ഉണ്ട്, ഏരിയ കണ്ടുപിടിക്കണം. അപ്പം ഇനി എന്തുകൂടെ വേണം? ലോഡ് ബൈ സ്ട്രെസ് വേണ്ടേ? എന്ത് സ്ട്രെസ്? കംപ്രസീവ് സ്ട്രെസ് എഫ് സി ഡി വേണ്ടേ? പി ബൈ എഫ് സി ഡി ചെയ്താലല്ലേ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതാണ്ടേ എ ഈസ് ഈക്വൽ ടു പി ഡി ബൈ എഫ് സി ഡി. പി ഡി ആണ് ഇപ്പോൾ ഉള്ള എക്സ്റ്റേണൽ ലോഡ്, ഫാക്ടർ ചെയ്യുമ്പം പി ഡി ആകും ബൈ എഫ് സി ഡി. ഈ എഫ് സി ഡി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലില്ല. അപ്പോൾ എന്ത് ചെയ്യും? അസ്യൂം ചെയ്യും വിത്ത് ദീസ് വാല്യൂസ്. ആദ്യം റോൾഡ് സ്റ്റീൽ ബീം ഉള്ളപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ 70 to 90 ആയിരിക്കും. ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് എഫ് സി ഡി 135 Nm/m² ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് അസംഷൻ ആണ്, നമ്മൾ അസ്യൂം ചെയ്തെടുക്കേണ്ട വാല്യൂ ആണ്. ഇനി ആംഗിൾ സ്ട്രട്ട്സ് ആണെന്നുണ്ടെങ്കിൽ 90 Nm/m² ആയിട്ട് അസ്യൂം ചെയ്യാം. എഫ് സി ഡി മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി സെക്ഷൻസ് അണ്ടർ ലാർജ് ലോഡ്സ് ആണ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബിൽറ്റപ്പ് സെക്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ചാനൽ ബാക്ക് ടു ബാക്ക് എന്നോ ഐ സെക്ഷൻ വിത്ത് പ്ലേറ്റ്സ് എന്നോ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 200 Nm/m² യൂസ് ചെയ്യാം. എന്തുവാണെങ്കിലും നമ്മൾ ആംഗിൾ സ്ട്രട്ട് ഒഴിച്ച് ബാക്കിയുള്ളതിലാണല്ലോ കൺഫ്യൂഷൻസ് വരുന്നത്. നമ്മളതങ്ങ് അസ്യൂം ചെയ്ത് ഇന്ന സെക്ഷൻസ് അണ്ടർ ലാർജ് ലോഡ്സ് ആണ് എന്ന് അസ്യൂം ചെയ്ത് 200 എടുക്കാം. സോ ഡിസൈൻ ഇവിടെയും നമുക്ക് നമ്മുടെ അസംഷൻ അനുസരിച്ചിരിക്കും വാല്യൂസും ഡിസൈനും ഒക്കെ. ഓക്കെ, സോ ഒരു ഫൈനൽ വാല്യൂ എന്നുള്ളൊരു കാര്യത്തിൽ പേടിക്കേണ്ട, പ്രൊസീജിയറും സ്റ്റെപ്പും കറക്റ്റായിട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഇത് വെച്ച് നമുക്ക് ഇഫക്റ്റീവ് സെക്ഷൻ ഏരിയ ടു റെസിസ്റ്റ് ദ ലോഡ് എങ്ങനെ എടുക്കാം? എ ഈസ് ഈക്വൽ ടു പി ഡി ബൈ എഫ് സി ഡി. ഇപ്പോഴും ഓർക്ക് എഫ് സി ഡി അസ്യൂംഡ് ആണ്. അപ്പം ഇത് വെച്ച് എ ഇ വാല്യൂ കിട്ടി. ആ വാല്യൂവിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സെക്ഷൻ, അവർ പറയുന്ന ഒരു സെക്ഷൻ ചൂസ് ചെയ്യുക. അതിൻ്റെ ഇപ്പോൾ ബിൽറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐ മിനിമം കണ്ടുപിടിച്ച് ആർ മിനിമം കണ്ടുപിടിക്കുക ഐ ബൈ എ വെച്ചിട്ട്. ഓക്കെ, ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി സ്റ്റെപ്സ് ഇത്രയും ഉള്ളൂ. ഡിസൈൻ ഇത്രയുമാണ് ബേസിക് നമ്മൾ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഡിസൈൻ പ്രൊസീജിയർ. ഇനി നമ്മൾ ചെക്ക് ചെയ്യുകയാണ്, നമ്മൾ അസ്യൂം ചെയ്ത എഫ് സി ഡി മതിയോ അല്ലെങ്കിൽ ഇത് ഈ ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ഇനിയുള്ളത് ചെക്കാണ്. എങ്ങനെ? അനാലിസിസ് പാർട്ട്. ആദ്യം ടേബിൾ 11 ഇഫക്റ്റീവ് ലെങ്ത് എടുക്കുക, സ്ലെൻഡർനെസ് റേഷ്യോ KL/R മിനിമം. അത് കഴിഞ്ഞ് ടേബിൾ 9 ഏതാണോ ബക്ലിംഗ് ക്ലാസ്, ടേബിൾ 10 വെച്ച് നമ്മൾ ബക്ലിംഗ് ക്ലാസ് ചൂസ് ചെയ്യണം. ടേബിൾ 9ൽ നിന്നും പ്രൊവൈഡ് ചെയ്ത സെക്ഷൻ്റെ എഫ് സി ഡി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അസ്യൂംഡ് മാറി നമ്മളിനി പ്രൊവൈഡ് ചെയ്ത ഡിസൈൻ ചെയ്ത സെക്ഷൻ്റെ പുതിയ എഫ് സി ഡി എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ എഫ് സി ഡി വെച്ച് നമ്മൾ ദി ആക്ച്വൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ ഡിസൈൻഡ് സെക്ഷൻ പി ഡി കണ്ടുപിടിക്കും. Therefore, PD greater than the external load P ആണെന്നുണ്ടെങ്കിൽ the section is safe. Otherwise നമ്മൾ റീഡിസൈൻ ചെയ്യണം. റീഡിസൈൻ എന്ന് പറയുമ്പോൾ ഏരിയ കുറച്ചുകൂടെ കൂടുതലുള്ള മറ്റൊരു സെക്ഷൻ എടുത്ത് വെച്ച് ചെയ്യണം എന്നർത്ഥം. ഓക്കെ, ഇത്രയാണ് നമ്മൾ കംപ്രഷൻ മെമ്പേഴ്സിൽ ഡിസൈൻ സ്റ്റെപ്സ് വരുന്നത്. വളരെ സിമ്പിളാണ്, ടേബിൾസ് യൂസ് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. ഒരു ഇൻ ജനറൽ പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഏരിയ റിക്വയർഡ് കണ്ടുപിടിച്ച ഒരു സെക്ഷൻ ചൂസ് ചെയ്യാം.
അതിനെക്കാട്ടിലും വലിയ ഏരിയ ഉള്ള സെക്ഷൻ ചൂസ് ചെയ്യാം. സെക്കൻഡ്, ഈ ചെയ്തത് സഫീഷ്യൻ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഈ തൊട്ട് മുന്നേ പറഞ്ഞ അനാലിസിസ് പാർട്ട് അത്രയും ഒന്നുകൂടെ ചെയ്ത് നോക്കുക. ടേബിൾ 10, 11, 9 PD കണ്ടുപിടിക്കുക. ഇതാണ് നമ്മൾ കംപ്രഷൻ മെമ്പറിൽ ചെയ്യാനുള്ളത്. വളരെ വളരെ സിമ്പിളാണ്. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ആലോചിച്ച് മനസ്സിലാക്കി തന്നെ പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. I can explain it for you. Do subscribe my channel and keep updated with my latest videos. Bye.